فهل من مدكر فهل من مدكر. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അവൻ്റെ കാരുണ്യവും അനുഗ്രഹവും അവൻ്റെ എല്ലാ സന്ദർഭങ്ങളിലുള്ള നമ്മളോടുള്ള അവൻ്റെ നല്ല വിധത്തിലുള്ള സംരക്ഷണവും ഒക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സദാസമയവും ലഭ്യമാകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുർ റൂമിലെ 29-30 വചനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്ത 28-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം ഒന്ന് നമുക്ക് تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. അതിലെ അവസാന ഭാഗം കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ. 28-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ ഭാഗം ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു. ഇവിടെ എന്തൊക്കെയാ വിശദീകരിച്ചത്? 1 മുതൽ 28 വരെയുള്ള വചനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ കണ്ടു അള്ളാഹുവിന്റെ ആയത്തുകളെ ഏതു പ്രകാരമാണ് നമുക്ക് വിശദീകരിച്ചു തന്നത്. അതിൽ പല സൂചനകളുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ നമ്മളെ കഴിഞ്ഞ തൊട്ട ഈ ആയത്തിൽ തന്നെ നമ്മൾ കണ്ട ചില മസലുകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്, വലിയ വിശദീകരണങ്ങളോട് കൂടിയിട്ടുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല നിരക്കുള്ള രൂപത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അതിനെ അവസാനിപ്പിക്കുന്നത് ലിഖൗമി യഅഖിലൂൻ എന്നാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക്, ചിന്ത കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യാനി ലാ യഖ്ഫൽ അംറു ബഅദ ദാലിക ഇല്ലാ അലാ മൻ ലാ യകൂന ലഹു അഖ്ലുൻ. ബുദ്ധിയില്ലാത്ത ആൾക്കല്ലാതെ കാര്യങ്ങള് വ്യക്തമാകാതിരിക്കൂല. ഇപ്പോ ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് നമ്മളെ പഠിച്ച 28 ആയത്തുകൾ കഴിയുമ്പോ തന്നെ പരിശുദ്ധ ഖുർആനെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാൻ, അവന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ, അവന്റെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെടാൻ ഉപയുക്തമായ തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു ഇതുവരെ വിശദീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ഒരു രൂപത്തിലാണ് 28-ാമത്തെ ആയത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട്, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ആയത്ത് 29-ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബൽ ഇത്തബഅ അല്ലദീന ളലമൂ അഹ്വാഅഹും ബിഗൈരി ഇൽം ഫമൻ യഹ്ദി മൻ അദല്ല അല്ലാഹു വമാ ലഹും മിൻ നാസിരീൻ. ബൽ ഇത്തബഅ അല്ലദീന ളലമൂ അഹ്വാഅഹും ബിഗൈരി ഇൽം فمن يهدي من أضل الله وما لهم من ناصرين.
പക്ഷെ അക്രമം പ്രവർത്തിച്ചവർ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു വഴി തെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അവർക്ക് സഹായികളായി ആരുമില്ല. അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഒന്ന്, പക്ഷേ അക്രമം പ്രവർത്തിച്ചവർ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരിക്കുകയാണ്. 2, അപ്പോൾ അള്ളാഹു വഴിതെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അതിന്റെ 3-ാമത്തെ ഭാഗം, അവർക്ക് സഹായികളായി ആരും തന്നെയില്ല. ഒന്നും കൂടെ കേൾക്കാം, എന്നിട്ട് വാക്കർത്ഥത്തിലേക്ക് പോകാം. بل اتبع الذين ظلموا أهواءهم بغير علم فمن يهدي من أضل الله وما لهم من ناصرين. ശരി. ബൽ എന്നാൽ, ഇത്തബഅ പിൻപറ്റി, അല്ലദീന ദലമു അക്രമികൾ, അഹ്വാഅഹും തങ്ങളുടെ ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ, ബിഗൈരി ഇൽമിൻ യാതൊരു വിവരവും ഇല്ലാതെ, അറിവില്ലാതെ, ഫമൻ യഹ്ദി അപ്പോൾ ആരാണ് നേർവയിലാക്കുക, മൻ അദല്ലല്ലാഹു അല്ലാഹു വഴി തെറ്റിച്ചവനെ, വമാലഹും അവർക്കില്ല, മിൻ നാസിരീൻ സഹായികളായി ആരും തന്നെ. ഒന്നും കൂടെ, ബൽ എന്നാൽ, ഇത്തബാ പിൻപറ്റി, അല്ലദീന ദലമു അക്രമികൾ, ളുൽമുൻ ലലമു, അഹ്വാഅഹും അവരുടെ ഇച്ഛകളെ, അഹ്വാഉൻ ഇച്ഛകൾ, തന്നിഷ്ടങ്ങൾ, ബിഗൈരി ഇൽമിൻ ഒരു ഇൽമും ഇല്ലാതെ, ഫമൻ യഹ്ദി ആരാണ് ഹിദായത്ത് നൽകുക, മൻ അദല്ലല്ലാഹു അല്ലാഹു ലലാലത്തിലാക്കിയവനെ, വഴിതെറ്റിച്ചവനെ, ഫമാലഹും അവർക്കില്ല, മിൻ നാസിരീൻ സഹായികളായി ആരും തന്നെ. ഇതാണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥം. നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോയി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ലലമു എന്നുള്ള വാക്കാണ്. ലലമു ബലിത്തബ അല്ലദീന ലലമു, അക്രമം ചെയ്തവർ പിൻപറ്റിയിരിക്കുന്നു. ളുൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? വളുഉ ശൈ ഫി ഗൈരി മൗളിഇഹി എന്നാണ് ളുൽമു എന്നുള്ളതിന്റെ അർത്ഥം. ഒരു കാര്യം അത് വെക്കേണ്ട സ്ഥാനത്തല്ലാതെ വെക്കുക, ചെയ്യേണ്ട രൂപത്തിൽ അല്ലാതെ ചെയ്യുക, അതിന് അർഹതപ്പെട്ടതല്ലാത്ത വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ളുൽമ് എന്ന് പറയാ. അപ്പോ എന്താണ് ഇവിടെ ളുൽമ്? ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, ഇന്ന ശിർക ലളുൽമുൻ അളീം, ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് അത് വമ്പിച്ച ളുൽമാണ്. വമ്പിച്ച ളുൽമ, ചെറിയ ളുൽമൊന്നല്ല. ളുൽമ് പല വിധത്തിലുണ്ടാകുമല്ലോ, സഹിക്കാൻ പറ്റുന്നതും പൊറുക്കാൻ പറ്റുന്നതും ഉൾക്കൊള്ളാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാവും. കുറെയൊക്കെ നമ്മൾ സഹിക്കും, കുറെയൊക്കെ നമ്മൾ പൊറുക്കും, വേണ്ടാന്ന് വെക്കും. അങ്ങനെ അക്രമം ചെയ്ത് അവസാനം എല്ലാ ഗതിയും എല്ലാ തരത്തിലുള്ള അതിരുകളും പരിധികളും ഒക്കെ ലംഘിക്കുമ്പോഴാണ് ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് മുതിരാറുള്ളത്. അങ്ങനെ സാധാരണ ളുൽമിനെ നമ്മൾ കാണുക. അപ്പൊ ഇവിടെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ളുൽമ് എന്താണ്? അത് ശിർക്കാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി ളുൽമ് എന്താന്നുള്ളത്. അപ്പൊ അതാണ് നിൽക്കട്ടെ. ഇനി അതിൽ അഹ്വാഅഹും എന്നാണ്. ളുൽമ് ചെയ്യുന്ന ആളുകൾ പിൻപറ്റിയിരിക്കുന്നത് അഹ്വാഅഹും, അവരുടെ അഹ്വാ, അവരുടെ ഇച്ഛകളെയാണ്. അഹ്വാ എന്നുള്ളത് ഹവാ എന്നുള്ളതിന്റെ ജമാണ്. ഹവാ എന്നുള്ളത് നമുക്ക് സുപരിതല്ലേ. ഹവാ എന്നുള്ളതിന് അൽ ഇഷ്ഖ് എന്ന് പറയാ. വല്ലാത്ത പ്രേമം, വല്ലാത്തൊരു ഒരാളോടുള്ള ഒരു വല്ലാത്തൊരു അടുപ്പം, അത് എന്തെങ്കിലും സംഗതികളോടുള്ള ഒരു വല്ലാത്ത ഇഷ്ടം, അതിന് പറയാ ഇഷ്ഖ്. ഇഷ്ഖ് എന്ന് പറയുന്ന വയക്കൂനു ഫിൽ ഖൈരി വശർ, അത് ഖൈറായ വിഷയത്തിലും ഷർറായ വിഷയത്തിലും ഒക്കെ വല്ലാത്തൊരു പ്രതിബദ്ധം, ഒരു വല്ലാത്തൊരു പൂതി, വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് ഹവ എന്ന് പറയാ. മൈലുൻ നഫ്സ് ഇല ശഹ്വ, മനുഷ്യന്റെ നഫ്സ് ശഹ്വത്തിനോട്, ഇച്ഛയിലേക്ക് ചായുക എന്നാണ് വേറൊരു അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഹബത്തി റീഹു എന്ന് പറയാറുണ്ട് സാറിന്. ഹബ്ബത്ത് എന്നാണ് അതിന്റെ അർത്ഥം, കാറ്റടിച്ചു എന്നാണ്. കാറ്റടിക്കുന്നതിന് അറിയാം അൽ ഹവാ എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ അൽ ജവ്വു വായു അല്ലെങ്കിൽ കാറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അൽ ഹവാ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം കുല്ലു ഫാരിഖ്, എല്ലാ കാലിയായത്, അതിന് ഹവാ എന്ന് പറയും. ഇപ്പൊ പരലോകത്ത് എന്നാൽ അഫ്ഇദത്തുഹും ഹവാ എന്ന് പറഞ്ഞല്ലേ,
അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ചിന്തയിൽ മനസ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ, എന്തെല്ലാമോ പഠിച്ചു വെച്ചതുണ്ട്, എന്തെല്ലാമോ ബേജാറുകളുണ്ട്, എന്തെല്ലോ പ്രയാസങ്ങളുണ്ട്, എന്തെല്ലോ സന്തോഷങ്ങളുണ്ട്, ഒരുപാട് ടെൻഷൻ ഉണ്ട്, നാളെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനകളുണ്ട്, കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആകുലതകളുണ്ട്. അങ്ങനെ എന്തെല്ലോ മനസ്സ് നിറഞ്ഞിങ്ങനെ പുകഞ്ഞിരിക്കുക മനസ്സ്. എന്നാ പരലോകത്തിൽ ചെല്ലുമ്പോ നാളെ കുല്ലും അത് ഹവാ അഫിദത്തുഹും ഹവാ, ഒന്നുമില്ല, ടെൻഷനില്ല, ആകുലതകളില്ല, പ്രയാസങ്ങളില്ല, ചിന്തകളില്ല, അങ്ങനെ ഒന്നുമില്ല, ഒന്നും ആലോചിക്കേണ്ടതില്ല എന്ന് പറയുന്ന നേരത്തെ ഹവാ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ വെറും കാലിയാണ്, കാറ്റാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഗതിക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഹവാ എന്നുള്ള. ഹവ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? അഹ്വാ അഹും എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹേച്ഛകളെ എന്ന് പറയാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ലലമു. അപ്പൊ ലലമു നമ്മൾ പഠിച്ചു, ലലമു എന്ന് പഠിച്ചു. എന്താ? അക്രമം ചെയ്തവർ. എന്താണ് അക്രമം അവർ ചെയ്തത്? ഏറ്റവും വലിയ ദുൽമ് എന്ന് പറയുന്നത് ശിർക്കാണ്. ആ ശിർക്ക് ചെയ്ത ആളുകൾ പിൻപറ്റിയിരിക്കുന്നത് അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളെയാണ്, ബിഗൈരി ഇൽമിൻ, തന്നിഷ്ടങ്ങളെ. ഇതല്ലേ ഇങ്ങനെ ഈ കല്ലുകൾ എടുത്ത്, പാറകൾ എടുത്ത് ദൈവങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ആരാധിക്കാൻ വേണ്ടി ഇതിന് രൂപകൽപ്പന ചെയ്യുന്ന ആളുകൾ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ രൂപകൽപ്പന ചെയ്തത്? ശില്പി എന്നാണ് ഇയാളുടെ പേര് തന്നെ. അപ്പൊ അയാളുടെ ഭാവനക്കനുസരിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തബഉ അഹ്വാഅഹും ലിഅന്നഹും ഇഖ്താറു ഇബാദത മൻ ലാ മൻഹജ ലഹു വലാ തക്ലീഫ. എന്തെങ്കിലും നിയമങ്ങളോ പാഠ്യപദ്ധതികളോ ഒന്നും തങ്ങളുടെ മുന്നിലില്ലാത്ത ചില വിഷയങ്ങളിൽ ആരാധനാകർമ്മങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ സ്വയം മെനഞ്ഞുണ്ടാക്കിയ ആളുകളെയാണ്. അത് അവർക്ക് ഇച്ഛകൾക്കനുസരിച്ചാണ്. അബദു ഇലാഹൻ ലാ അംറ ലഹു വലാ നഹിയ. അവർക്ക് കൽപ്പനയില്ല, വിരോധങ്ങളില്ല, ഒന്നുമില്ലാത്ത, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഉണ്ടാകില്ല, ആ ചെയ്താൽ അവർക്ക് കൂലി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ സ്വയം മെനഞ്ഞുണ്ടാക്കിയ, രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ ചില കാര്യങ്ങളെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞിരിക്കുന്നത്? അവർ അഹ്വാകളെയാണ് പിൻപറ്റുന്നത് എന്ന്. പരദൈവങ്ങളുടെ രൂപവും ഭാവനകളാണ്. ഓരോ ദൈവങ്ങളും അവരുണ്ടാക്കിയ ഓരോന്നിനും ഓരോ രൂപം ഉണ്ടാവുമല്ലോ. പത്രം പറയാം, പിന്നെ ഒരുപാട് ദൈവങ്ങൾ. ആ ദൈവങ്ങളെ മുഴുവനും അവരുടെ ഭാവനകൾക്കനുസരിച്ച്, ഓരോരുത്തരുടെയും ഹവക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ ഈ ദൈവങ്ങളും. കൽപ്പനയോ വിരോധമോ നിയമങ്ങളോ ഇല്ലാത്ത ജാഹിലിയത്തിലെ ചില ഭാവനാ വിലാസങ്ങളാണ് യഥാർത്ഥത്തിൽ അന്ന് കാണപ്പെട്ട ആ ബഹുദൈവ ആരാധന എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതങ്ങനെ വിശദീകരിച്ചു പോകേണ്ടതില്ല, നമ്മൾ ഒരുപാട് പഠിച്ച കാര്യങ്ങളാണ്. മനുഷ്യൻ ഐഹിക ജീവിതത്തിൽ നേരിടുന്ന ചില സംഗതികളുണ്ട്. 3 കാര്യങ്ങളോട് നിരന്തരമായ സമരത്തിലാണ് മനുഷ്യൻ എന്നാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹവ എന്ന് പറയുന്നത്. എന്താണത്? ദേഹേച്ഛയാണ്. ഈ ദേഹേച്ഛയോട് മനുഷ്യൻ പൊരുതുന്നുണ്ട്. വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത് നഫ്സിനോടുള്ള അവന്റെ സമരമുണ്ട്. മൂന്നാമത്തത് പിശാചിനോടുള്ള മനുഷ്യന്റെ സമരങ്ങളും വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഉ വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. തന്റെ ദേഹേച്ഛയെ ഇലാഹാക്കി വെച്ചവനെ നീ കണ്ടോ? അവന്റെ ആരാധ്യൻ ആരാണെന്ന് ചോദിച്ചാൽ, ആരുടെ കൽപ്പന പ്രകാരമാണ് അവൻ കാര്യങ്ങൾ ഓരോന്നും നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അവന്റെ ദേഹേച്ഛ എന്താണ് അവനോട് പറയുന്നത്, അവന്റെ ഇഷ്ടം എന്താണ്, തന്നിഷ്ടം എന്താണ്, അതിനനുസരിച്ചാണ് ചിലപ്പോഴൊക്കെ മനുഷ്യൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ദേഹേച്ഛയെ പിൻപറ്റി പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയുള്ള നമ്മുടെ ഇച്ഛകളോട്, നമ്മുടെ സ്വന്തം താല്പര്യങ്ങളോട് പടപൊരുതിക്കൊണ്ടാണ് നമ്മളിവിടെ കഴിയുന്നത്. രണ്ടാമത്തത് നഫ്സാണല്ലോ പറഞ്ഞത്. യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സംഭവത്തിൽ ഖുർആൻ എടുത്ത് പറയുന്ന ഒരു കാര്യം, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. നഫ്സ് തിന്മകൾക്ക് പ്രചോദിതമാണ്. തിന്മകളിലേക്ക് താന്നു പോകുന്ന, നീങ്ങിപ്പോകുന്ന
അതിലേക്ക് പ്രചോദിതമായി പോകുന്ന സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതിൽ നിന്ന് ഓരോരുത്തരെയും തടുത്തു നിർത്തുന്നത് എന്ന് പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം. മൂന്നാമത്തെ നമുക്ക് കാണാം, വളരെ വ്യക്തമായി തന്നെ ഖുർആൻ നമ്മളോട് പറഞ്ഞത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുതേ. അപ്പൊ 3 തരത്തിലുള്ള ശത്രുക്കളാണ് നമ്മുടെ മുമ്പിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. അവയോടൊക്കെ പടപൊരുതിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഹവ എന്ന് പറയുന്നത്. ഹവ എന്ന് പറയുന്നതിന്റെ പലതരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് ആളൊരു ഹവയിലാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ഒരു കാറ്റും കൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതൊക്കെയാണ് അയാൾ അങ്ങനെ പറയാറുള്ളത്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഹവ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ അവന്റെ ശരീരം അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം ഇതിനിടക്ക്. ഇത്തരത്തിലുള്ള വിഷമകരമായ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞൊരു പ്രാർത്ഥന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി വഅഇദ്നി മിൻ ശർരി നഫ്സി. അല്ലാഹുവേ, എനിക്ക് നീ നന്മ തോന്നിക്കണമേ, എന്റെ മനസ്സിന്റെ തിന്മയിൽ നിന്നും എനിക്ക് നീ രക്ഷ നൽകണമേ. ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ അൽഹിംനി റുഷ്ദി, എന്റെ നന്മ എനിക്ക് എപ്പോഴും തോന്നിച്ചുകൊണ്ടിരിക്കണം. എന്റെ മനസ്സിൽ ഏതാണ് ഞാൻ പഠിച്ചറിഞ്ഞ നന്മയുണ്ടല്ലോ, ആ നന്മ തുടർന്നു പോകാൻ, ആ നന്മ എടുത്തണിയാൻ, ആ നന്മയുടെ കൂടെ പോകാൻ അതെന്റെ മനസ്സിൽ നീ തോന്നിക്കണമേ. വഅഇദ്നി മിൻ ശർരി നഫ്സി, എന്റെ മനസ്സിന്റെ തിന്മയിൽ നിന്ന് എനിക്ക് നീ രക്ഷ നൽകുകയും ചെയ്യണമേ. അപ്പൊ 2 കാര്യങ്ങളും പറഞ്ഞു. ഒന്ന്, നല്ല തോന്നലുകൾ ഉണ്ടാകാൻ, നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ. രണ്ടാമത്തത്, നമ്മുടെ നഫ്സിന്റെ ആ നഫ്സിനോട് പടപൊരുതുമ്പോ ആ നഫ്സിൽ വരുന്ന തിന്മയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന പ്രാർത്ഥനയും കൂടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതൊരു പ്രാർത്ഥന കൂടെ നമുക്ക് ഇവിടെ പഠിക്കാം. നമുക്കറിയാവുന്നതാണ്, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കഹ അൻത വലിയുഹാ വമൗലാഹ. പടച്ചവൻ എന്റെ നഫ്സിന് തഖ്വ നൽകണേ, വസക്കിഹ, നീ അതിനെ ശുദ്ധീകരിക്കണമേ, അൻത ഖൈറു മൻ സക്കഹ, നീയാണ് ഏറ്റവും നന്നായി അതിനെ ശുദ്ധീകരിക്കുന്നവൻ, അൻത വലിയുഹാ വമൗലാഹ, നീയാണ് അതിന്റെ രക്ഷാധികാരി, നീയാണ് അതിന്റെ സംരക്ഷകനും എന്ന് പറയുന്ന പ്രസിദ്ധമായ ഈ പ്രാർത്ഥനയും നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പടച്ചവനോട് നമ്മൾ നമ്മുടെ നഫ്സിന്റെ ആ നഫ്സിനെ ശുദ്ധീകരിക്കപ്പെടുന്നതിന്, അതിൽ ഉള്ള വികാരങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധമായ വിധത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നോട്ട് അയച്ചു തരുമ്പോ ഈ പ്രാർത്ഥനകൾ എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. ഇനി നോക്കുക, നമ്മളോട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ ലൈക്ക് ചെയ്യേണ്ടതാണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്, നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു. ഇവിടെ നമ്മൾ കണ്ടു, ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഹവയെ പിൻപറ്റിപ്പോകുന്ന വിധത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ അവർ ഹവയെ അല്ലായിരുന്നു പിൻപറ്റേണ്ടത്. നേരത്തെ വിശദീകരിച്ചു കൊടുത്ത നുഫസ്സിലുൽ ആയാത്ത്, വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്ത ആ വിശദീകരണങ്ങളിലൊക്കെ കണ്ട സൂചനകളും തെളിവുകളും അടിസ്ഥാനപരമായ ഒരുപാട് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഒരുപാട് തെളിവുകളും അതൊക്കെ പിൻപറ്റിക്കൊണ്ടായിരുന്നു അവർ ജീവിക്കേണ്ടത്. എന്നാൽ അവർ ചെയ്തത് അവരുടെ ഹവയുടെ, അവരുടെ ദേഹേച്ഛയുടെ പിന്നാലെ പോവുകയാണ് ചെയ്തത് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മളോട് ഫോളോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട കുറെ സംഗതികളുണ്ട്, അതേപോലെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സംഗതികളുണ്ട്. ഞാൻ വിശദീകരിച്ചു പോവുകയല്ല. ലാ തത്തബിയോ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു. വേറൊരു ഭാഗത്ത് ഇത്തബിഊ, നിങ്ങൾ പിന്തുടരണേ, ഇബ്രാഹിമി മില്ലത്ത് നിങ്ങൾ പിന്തുടരേണ്ടതാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ട വഹീ പ്രവാചകരെ നിങ്ങൾ പിൻപറ്റുക, ഈ സിറാത്തുൽ മുസ്തഖീം, ഈ ചൊവ്വായ മാർഗം പിൻപറ്റുക, കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം ഫത്തബിഊഹു നിങ്ങൾ പിൻപറ്റുക, വത്തബിഉൻ നൂറല്ലദീ ഉൻസില മാഹു, ഈ പ്രകാശം നിങ്ങൾ പിൻപറ്റുക. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഇത്തബിഉൽ മുർസലീൻ, പ്രവാചകന്മാരെ പിൻപറ്റുക, അല്ലദീന യസ്തബിഊനൽ ഖൗല, എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുകയും
ഫയത്തബിഊന അഹ്സനഹു, അതിലേതാണ് ഏറ്റവും അഹ്സനായിട്ടുള്ളത് അതിനെ മാത്രം ഫോളോ ചെയ്യുകയും അതിന് ലൈക്ക് കൊടുക്കുകയും അതിന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്നിങ്ങനെയൊക്കെ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതായി കാണുന്നു. അപ്പൊ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മുടെ ലൈക്ക് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഖുർആൻ വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് ലാ തത്തബിഊ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞു. ഖുത്വാത്തി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകളെ, മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പിതാക്കന്മാരുടെ അവർ പാരമ്പര്യമായി ചെയ്തു പോകുന്ന ആരാധനാ കർമ്മങ്ങളും മുആമലാത്തുകളും എന്തൊക്കെയാണ് അതൊക്കെ തന്നെയാണ് ഞങ്ങള് പടച്ചോനോടുള്ള ബാധ്യതയുടെ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പഴയ കാലത്തുള്ള ആളുകൾ ചെയ്ത ശിർക്കൻ ആചാരങ്ങളെ അവരുടേതായ ദീനാക്കി കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് പിന്നാലെ പോകരുത് എന്ന് പറയുന്നുണ്ട്. യത്തബിഊന ശഹവാത്ത്, ശഹവത്തുകളെ, ദേഹേച്ഛകളെ, അൽ ഹവ, അതേപോലെ തന്നിഷ്ടങ്ങളെ, വലാ തത്തബിഉ അഹ്വാഹും, അവരുടെ മറ്റുള്ള ആളുകളുടെ ദേഹേച്ഛകളുടെ പിന്നാലെ പോയി, നിങ്ങളുടെ ദേഹേച്ഛകളുടെ പിന്നാലെയും മറ്റുള്ള ആളുകളുടെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെയും പോകരുത്. ഇൻ തത്തബിഊന ഇല്ല ലന്ന, ചില ആളുകൾ ഊഹത്തെയാണ് പിന്തുടരുന്നത്, ചെയ്യരുത്. വലാ തത്തബിഉ സുബുല, വ്യത്യസ്തമായ വഴികൾ, വ്യത്യസ്തമായ മാർഗങ്ങൾ, വ്യത്യസ്തമായ ആശയ ആദർശങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണും, അതല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. വലാ തത്തബിഉ മിൻ ദൂനി ഔലിയാ, അള്ളാഹുവിനെ കൂടാതെ ഒരുപാട് ഔലിയാക്കന്മാരെ, ഒരുപാട് ആളുകളെ ഒക്കെ ആ ആരാധ്യ പുരുഷന്മാരായി കാണുന്ന ആളുകളുണ്ട്. പടച്ചവനെ കൂടാതെ അങ്ങനെ ആരെയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല. വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ മാർഗങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല, ചെയ്യരുത്. ദാലിക ബിഅന്നല്ലദീന കഫറു തബഉൽ ബാത്തില, ബാത്തിലായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. അതിനൊന്നും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ലൈക്ക് അടിക്കണ്ട, നിങ്ങളെ ഫോളോ ചെയ്യണ്ട. അവിടൊക്കെ നിങ്ങൾ തിരിഞ്ഞു കളയുകയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പിൻപറ്റേണ്ടത്, എന്താണ് നമ്മൾ പിൻപറ്റിക്കൂടാത്തത്, എവിടെയാണ് നമ്മുടെ ഭാഗധേയം ഉണ്ടാകേണ്ടത്, ശ്രദ്ധയുണ്ടാകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അക്രമികളായ ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ പിൻപറ്റിയിരിക്കുന്നത് അവരുടെ ദേഹേച്ഛകളാണ്. ബിഗൈരി ഇൽമിൻ, ഒരറിവില്ലാതെയാണ്. മനുഷ്യൻ ഇപ്പോ പല വിധത്തിലാണ് അവന്റെ കാര്യങ്ങൾ അവൻ ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അറിവോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. വെറും അജ്ഞത നടിച്ചുകൊണ്ടോ ജാഹിലിയത്തിൽ ജഹില് ആയിട്ട് മുന്നോട്ട് പോകുന്നവരെ കാണാം. അതേപോലെ വേറെ പലരെയും തഖ്ലീദ് ചെയ്തുകൊണ്ട് അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ കാണാം. ചില ആളുകളുടെ ഊഹം, ആ ഊഹത്തിന്റെ അടിസ്ഥാനത്ത് അങ്ങനെയൊക്കെ ആകാം, ഇങ്ങനെയൊക്കെ ആകാം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളെ കാണാം. വേറെ ചില ആളുകൾക്ക് വെറും ഭാവനകളാണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഒരറിവില്ലാത്ത മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ഭൗതികമായ കാഴ്ചപ്പാടുകളിൽ പോലും പ്രത്യേകിച്ച് അറിവില്ലാത്ത ആളുകളാണ്. അവർക്ക് ഭൗതികമായി ലഭിക്കുന്ന കേവലം ചില വിജ്ഞാനങ്ങളുടെ അത് കൃത്യമായിക്കൊള്ളണമെന്നില്ല, അതിന്റെ പുറകെ പോകുന്ന ആളുകളാണ് എന്നൊക്കെ കുറെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ 5 തരത്തിലുള്ള മനുഷ്യരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിശ്വാസി എന്നുള്ള നിലക്ക് കൃത്യമായ അറിവ്, കൃത്യമായ ഇൽമ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഈ ആളുകൾക്ക് അള്ളാഹു അല്ലാതെ ഹിദായത്ത് നൽകാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന ഈ അറിവില്ലായ്മയാണ് അവരെ ഇത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശിർക്കിന്റെ ശിക്ഷ വളരെ ഭയാനകമാണ് എന്നറിവില്ലാതെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടത്തിക്കൊണ്ട് ഈ ആളുകൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവരുടെ ഭാവനയിൽ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ പല രൂപങ്ങളും ഉണ്ടാക്കി ആ രൂപങ്ങളുടെ മുമ്പിലൊക്കെ ചെന്നുകൊണ്ട് ബലി അർപ്പിക്കുകയും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളായിട്ടൊക്കെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അൽ ഹവ എന്ന് പറഞ്ഞ ഈ ഹവ ഉണ്ടല്ലോ, അവന്റെ മനസ്സിന്റെ ആ ഒരു തോന്നലുകളുണ്ടല്ലോ, അത് ഖുർആനിനും സുന്നത്തിനും യോജിച്ചു പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅതു ബിഹി
നിങ്ങളിൽ ആരും തന്നെ വിശ്വാസിയാവുകയില്ല. അവന്റെ ഹവ, അവന്റെ ഇഷ്ടം, ഞാൻ എന്താണോ കൊണ്ടുവന്നത് ആ കാര്യങ്ങളുമായി യോജിച്ചു പോകണം, അതുമായി താരതമ്യം പുലർത്തിക്കൊണ്ടു പോകണം. അത് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ അവന് സാധിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും പ്രവാചകന്റെ ഇഷ്ടവും ഒന്നാകണം. നമ്മുടെ ഇഷ്ടങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നാകണം. അങ്ങനെ പോകേണ്ടവരാണ് വിശ്വാസി. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾ വിശ്വാസിയാവുകയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആനിലെ ഒരു വചനം നമുക്കറിയാം, സൂറത്തുൻ നാസിയാത്ത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ഭയപ്പാടോടുകൂടി ജീവിച്ചവൻ, വനഹൻ നഫ്സ അനിൽ ഹവാ, അവന്റെ ശരീരത്തിന്റെ, അവന്റെ നഫ്സിന് ഒരുപാട് ഹവകൾ ഉണ്ടായപ്പോ, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായപ്പോ ആ ആഗ്രഹങ്ങളിൽ നിന്ന് അവൻ പുറകോട്ട് പോവുകയും ചെയ്തു. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല, ആ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചല്ല അവൻ ജീവിച്ചത്. അങ്ങനെ താന്തോന്നിയായിക്കൊണ്ടല്ല അവൻ ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന് സ്വർഗമാണ് അഭയമായി സങ്കേതമായി ലഭിക്കാനുള്ളത്. അപ്പൊ സ്വർഗം ലഭിക്കുന്നത് ആരാണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ പഠിപ്പിച്ചു. രണ്ട് രൂപത്തിൽ: ഒന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ആ ഭയപ്പാടോടി കൂടി ജീവിക്കുന്നവൻ. അതേപോലെ തന്റെ മനസ്സിന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഐഹികമായ ആഗ്രഹങ്ങൾ ഉണ്ടാകും. പിന്നെ ആ ആഗ്രഹങ്ങൾക്ക് പുറം തിരിഞ്ഞു നിൽക്കാനും, എന്താണ് ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന, പ്രവാചകന്റെ കൽപ്പന, അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചവനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് വിശദീകരണം. ആയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് അള്ളാഹു വഴി പേപ്പിച്ചവരെ ആരാണ് ഹിദായത്തിലാക്കാനുള്ളത് എന്ന് പറയുമ്പോൾ സംശയം സ്വാഭാവികമായിട്ട് ഉടലെടുക്കുക. പഠിച്ചവൻ ഒരാളെ സ്വയം വഴി പേപ്പിച്ചതാണോ? അല്ല. ഇവിടെ നമ്മൾ കണ്ടു, മുകളിലുള്ള വിശദീകരണങ്ങൾ, ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്ത് നോക്കിയാൽ നമ്മൾ കണ്ടത്, ഇത് പഠിച്ചു നോക്കുമ്പോൾ നമ്മൾ കണ്ടത്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. ആ വ്യക്തി ഇത്രയൊക്കെ വിശദീകരണങ്ങൾ നൽകിയിട്ടും സ്വയം മാറാനും പിന്മാറിക്കൊണ്ട് ഹിദായത്തിലേക്ക് വരാനും തയ്യാറാകാത്ത ഒരവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെയാണ് അവൻ ലലാലത്തിലാണ്, അവൻ ലലാലത്തിലേക്കാണ് പോയത് എന്ന് അവനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഒരാൾ ശരിക്കും യുക്തിസഹമായ കാര്യങ്ങൾ സ്വയം ചിന്തിക്കാതിരിക്കുകയോ മനസ്സിലാക്കി കൊടുക്കുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സന്നദ്ധനാകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവന്റെ ബുദ്ധിയിൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും. അവൻ സ്വയം ആലോചിക്കാൻ മെനക്കെടുന്നില്ല. എന്നാൽ ആളുകൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാൻ നിൽക്കുന്നുണ്ടോ? അതുമില്ല. അവന്റെ ബുദ്ധിയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവൻ ജീവിക്കുന്നത്. പക്ഷെ കാര്യമായി ചിന്തിക്കാനൊന്നും മെനക്കെടാതെ അതിനും അതേപോലെ തന്നെ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാനും അത് അംഗീകരിക്കാനും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് പടച്ചവന്റെ കോപം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോ സാമാന്യ ബുദ്ധിയുള്ള ഒരാളെ സത്യത്തിലേക്ക് എത്തിക്കാൻ സഹായകമായ ഓരോ സംഗതിയും ആ അവിവേകിയായ മനുഷ്യനെ കൂടുതൽ വഴികളിലേക്കാണ് പോവുക. അവൻ കാണുന്നതൊക്കെ, അവന്റെ മഞ്ഞളിച്ച കണ്ണുകൾ കൊണ്ട് അവൻ കാണുന്നത് മുഴുവനും, അവന്റെ മനസ്സിൽ തോന്നുന്നത് മുഴുവനും തെറ്റാണ്, അല്ലെങ്കിൽ ഭൗതിക കാലഘട്ടത്തിന് വിരുദ്ധമാണ്, എതിരാണ്, ഇതൊന്നും ഈ പഴഞ്ചൻ ചിന്താഗതിയാണ് എന്നൊക്കെ തരത്തിലുള്ള തോന്നലുകളാണ് അവനുണ്ടാവുക. അപ്പൊ നേരത്തെ ഇങ്ങനെ പോകാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ അവന് വളരെ എളുപ്പത്തിൽ തന്നെ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയായിരുന്നു. എന്നാൽ അതിൽ നിന്നും സ്വയം അവൻ ബുദ്ധി കൊടുക്കാതെ പിന്മാറിയത് കൊണ്ട് അവന് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ നോക്കുക. സന്മാർഗപ്രേമിയായ ഒരു മനുഷ്യൻ, ഹിദായത്ത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹിനോട് ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള തൗഫീഖിന് വേണ്ടി തേടുമ്പോ ആത്മാർത്ഥമായ ഒരു തേട്ടമാണ് അവന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ അള്ളാഹു അവന് കൂടുതൽ സന്മാർഗത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുക. സന്മാർഗം ഉദ്ദേശിച്ചുകൊണ്ട്, ഹിദായത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും പടച്ചവനെ എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോ അള്ളാഹുവിന്റെ വക വല്ലാത്തൊരു തള്ളും കൂടെ അവനുണ്ടാകും. അവന് മുന്നോട്ട് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കും. എന്നാൽ
ദുർമാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അത് ഷഡിച്ചു നിൽക്കുമ്പോ പിന്മാറാനുള്ള യാതൊരു താല്പര്യവും കാണിക്കാതിരിക്കുമ്പോ അള്ളാഹു അയാൾക്ക് വഴി തെറ്റാനും ഓരോ ദിവസം ചെല്ലും തോറും സത്യത്തിൽ നിന്ന് വളരെയേറെ അകന്നു പോകാനുള്ള ഉപാധികളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ അവന് സംഭവിക്കുന്നത് മുഴുവനും വീണ്ടും വീണ്ടും പിന്നെ ലലാലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അവിടെയാണ് മറ്റൊരാൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അവൻ ലലാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. വമാലഹും മിൻ നാസിരീൻ ആയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്ന് നമ്മൾ അവസാനിപ്പിക്കുമ്പോ വമാലഹും മിൻ നാസിരീൻ, അവർക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ചത് പരലോകത്തെ സഹായം ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അവരാരും അവിടെ നിന്ന് സഹായിക്കാൻ പോകുന്നില്ല. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ശിർക്കിന്റെ പിന്നാലെ പോകുന്നതെങ്കിൽ ഇവിടെയും നിങ്ങളുടെ വഴിയിൽ നിന്ന് നിങ്ങളുടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഉണ്ടാവുകയില്ല എന്നുകൂടെ ഖുർആൻ ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വമാലഹും മിൻ നാസിരീൻ, അവർക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല എന്ന്. ഈ ആയത്ത് ഒന്നുകൂടെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പൊ പഠിച്ച ഈ ആയത്തുകൾ, ഈ രണ്ടായത്തുകൾ എന്ന് നമ്മൾ ഒന്നും കൂടെ വിശകലനം ചെയ്യുമ്പോൾ തെളിവുകൾ ഒരുപാട് നിരത്തി, ഉപമകൾ പലതും കാണിച്ചു തന്നു. പുനരുദ്ധാനത്തിന്റെയും ഏകദ വിശ്വാസത്തിന്റെയും ഉടമ സർവശക്തനായ അള്ളാഹുവാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഇതെന്തിനാ പറയുന്നതെന്നറിയോ? അടുത്ത ആയത്ത് കൂടുതൽ മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. ഉദാഹരണങ്ങൾ, ആശയങ്ങൾ കൂടുതൽ മനസ്സുകളിൽ ഉറപ്പിക്കുന്നതിന് കൂടുതൽ സഹായകമാണ്. അത്തരത്തിലുള്ള ഉദാഹരണമാണ് ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞത്. ഒരടിമ, ആ അടിമക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾ തുല്യ പങ്കാളിത്തം നൽകുമോ? അവരെ നിങ്ങൾ തമ്മിൽ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടാറുണ്ടോ? അവർക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും തുല്യമായ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ പടച്ചവന്റെ കാര്യത്തിൽ മാത്രം പടച്ചവന് ശരീക്കന്മാരെ വെക്കുന്നു, അവൻ ആരാധനയിൽ ആളുകളെ നിങ്ങൾ പങ്കുചേർക്കുന്നു. തെറ്റല്ലേ ആ വിഷയം? എന്നിട്ട് നിങ്ങൾ പോകുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വെറും നിങ്ങളുടെ ദേഹേച്ഛയുടെ പിന്നാലെ പോകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ വലിയൊരു അബദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള കാരണം എന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ആയത്ത് ഇവിടെ 29-ാമത്തെ ആയത്ത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ 30-ാമത്തെ ആയത്തിലേക്ക് കടന്നു പോവുകയാണ്. ശ്രദ്ധിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. നാട്ടിലുള്ള ആളുകളൊന്നും ഉറങ്ങാൻ പോലെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങാം. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. 30-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ വാക്യം ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മദ്ദത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. അതത്രേ വക്രതയില്ലാത്ത മതം. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. കുറച്ച് സുദീർഘമായ ആയത്ത്. അള്ളാഹുവിന്റെ ഫിത്രത്ത് അല്ലാഹി, അള്ളാഹുവിന്റെ പ്രകൃതി മതം, അതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു ആയത്താണ്. ആയത്തൊന്ന് കേൾക്കുക. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഫാഖിം, ആകയാൽ നിലനിർത്തുക, വജ്ഹക നിന്റെ മുഖം,
ലിദ്ദീനി മതത്തിലേക്ക് ഹനീഫൻ ശുദ്ധമനസ്കനായ നിലയിൽ ഫിത്രത്ത് അല്ലാഹി അള്ളാഹുവിന്റെ പ്രകൃതി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അല്ലത്തി ഫത്തറ അവൻ പ്രകൃതം ചെയ്തു അവൻ സൃഷ്ടിച്ചു അന്നാസ മനുഷ്യരെ അലൈഹ അത് പ്രകാരം ലാ തബ്ദീല മാറ്റം ഇല്ല ഫഅഖിം നീ നിലനിർത്തുക വജ്ഹക നിന്റെ മുഖം ലിദ്ദീനി മതത്തിലേക്ക് ഹനീഫൻ ശുദ്ധമനസ്കനായ നിലയിൽ. അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഫിത്രത്തല്ലാഹി അള്ളാഹുവിന്റെ പ്രകൃതിയാണ്, അല്ലത്തി ഫത്തറ അവൻ പ്രകൃതം ചെയ്തു അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, അന്നാസ മനുഷ്യരെ അലൈഹ ആ ഒരു പ്രകൃതം പ്രകാരം, ലാ തബ്ദീല മാറ്റമില്ല, ലി ഖൽഖില്ലാഹി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്, ദാലിക അത് അദ്ദീനുൽ ഖയ്യിം ശരിയായി നിലനിൽക്കുന്ന അഥവാ വക്രതയില്ലാത്ത മതമാണ്. വലാകിന്ന എങ്കിലും പക്ഷേ അക്സറന്നാസി മനുഷ്യരിൽ അധികം ആളുകളും ലാ യഅലമൂൻ അറിയുന്നില്ല, ലി ഖൽഖില്ലാഹി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്, ദാലിക അത് അദ്ദീനു അൽ ഖയ്യിമു ശരിയായി നിലനിൽക്കുന്ന മതം. വലാകിന്ന എങ്കിലും അക്സറന്നാസി മനുഷ്യരിൽ അധികം ആളുകളും ലാ യഅലമൂന അറിയാത്തവരാണ്. ഓക്കെ, ഫാഖിം തുടക്കം. ഫാഖിം എന്ന് പറഞ്ഞാൽ അറിയാം ഇഖാമത്തു സ്വലാത്തൊക്കെ അറിയാലോ, നിലനിർത്തുക എന്നൊക്കെ അല്ലേ. ഫാഖിം പ്രവാചകനോടുള്ള കൽപ്പനയാണ്. പ്രവാചകരെ താങ്കൾ നേരെ നിർത്തുക. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ തെളിവുകൾ കൃത്യമായിട്ടും ദേഹേച്ഛയെ പിന്തുടരുന്ന ആളുകൾ താങ്കളെ ഒരു നിലക്കും പ്രയാസപ്പെടുത്താതിരിക്കട്ടെ. താങ്കൾ ശരിയായ മതത്തിൽ നിലകൊള്ളുക. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ ഈ ആളുകളൊന്നും മുഅ്മിനുകളാകുന്നില്ലല്ലോ എന്നുള്ള നിലക്ക് താങ്കളെ തന്നെ ഒരുപക്ഷെ നശിപ്പിക്കുവാൻ ഇല്ലാണ്ടാക്കാനൊക്കെ ഒക്കെ ശ്രമിച്ചേക്കാം. അങ്ങനെ ഒരു പ്രയാസകരമായ മനസ്സ് വന്നേക്കാം. അങ്ങനെ വരല്ലേ, അങ്ങനെ സംഭവിക്കല്ലേ. ആളുകളോട് എത്ര ഇന്നെ അൽമീൻ എന്ന് പറഞ്ഞു വിളിച്ച് ഒരുപാട് സ്നേഹം നൽകി ആദരിച്ചു പോകുന്ന ആളുകളാണ് എന്റെ കുടുംബക്കാരും ബന്ധക്കാരും നാട്ടുകാരും ഒക്കെയുള്ള ആളുകളാണ് ഇപ്പൊ എന്നെ ഭ്രാന്തനെന്ന് അങ്ങനെ പല പേരും പറഞ്ഞിട്ട് എങ്ങനെ അധിക്ഷേപിക്കുകയും ഈ മതത്തിലേക്ക് കടന്നു വരുന്നതിന് കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. ശുദ്ധമായ ഈ മതം, ആ മതത്തിന്റെ എല്ലാവിധ കവാടങ്ങളും തുറന്നിട്ടിരിക്കുകയാണ്. അവർക്ക് വളരെ എളുപ്പത്തിൽ അനായാസകരമായി കടന്നു വരാനേ ഉള്ളൂ. അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് പ്രവാചകരെ താങ്കൾക്കൊരു പ്രയാസം ഉണ്ടാകരുത്. താങ്കൾക്ക് അൽ ബലാഗ് മാത്രമാണ് ഉത്തരവാദിത്വം. അൽ ബലാഗ് മാത്രമാണ്, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഫസ്ബിർ ക്ഷമിക്കണം താങ്കൾ. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ അള്ളാഹുവിന്റെ കരാർ സത്യമാണ്. ഫൈമ്മാ നുരിയന്നക ബഅദല്ലദീന ഇദുഹും അവരോട് നാം വാഗ്ദത്തം ചെയ്ത ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇവിടെ വെച്ച് തന്നെ അവർക്ക് നാം കാണിച്ചു കൊടുക്കും. ഔ നതവഫയന്നക അല്ലെങ്കിൽ താങ്കൾ അതിന്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്തേക്കാം. ഫൈലൈനാ യുർജഊൻ രണ്ടായിരുന്നാലും അവരോരോരുത്തരും മടങ്ങി വരുന്നത് നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിധത്തിലും അള്ളാഹു സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമാധാനത്തിന്റെ ഒരു വചനം കൂടെയാണ് ഇത്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ അള്ളാഹുവിന്റെ മതത്തിന് നേരെ വക്രതയില്ലാതെ ഋജുമനസ്കനായി താങ്കൾ താങ്കളുടെ മുഖത്തെ ഉറപ്പിച്ചു നിർത്തണം കേട്ടോ. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. ഇതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, ഇന്നി വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നേരെ ഒരു വളവുമില്ലാതെ വക്രതയുമില്ലാതെ നേർക്ക് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചു വെച്ചിരിക്കുന്നു. നേരക്ക് പിടിച്ചാ മതി, നേരെ ഡ്രൈവ് ചെയ്താൽ മതി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വളത്തോട്ടും ഒന്നും തിരിഞ്ഞു നോക്കേണ്ടതില്ല. അങ്ങനെ പോയാൽ ലഭ്യമാകുന്ന ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഈ ദീന് എന്നുള്ളത്. മുഖം അള്ളാഹുവിന് നേരെ മാത്രം തിരിച്ചു വെക്കുക. വലത്തും ഇടത്തും കാണുന്ന ഒരുപാട് നേരത്തെ നമ്മൾ കണ്ട ആശയ ആദർശങ്ങളുണ്ട്. മനുഷ്യനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അവന്റെ ദേഹേച്ഛകളുണ്ട്, അവന്റെ തന്നിഷ്ടങ്ങളുണ്ട്, പിശാചിന്റെ അക്രമങ്ങളുണ്ട്, അതേപോലെ മറ്റൊരുപാട് ആദർശ പ്രസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ പലതുമുണ്ട്.
അതിന്റെ പിന്നാലെയൊന്നും പോകാതെ നേർക്ക് നിന്റെ മുഖത്തെ നിന്റെ മുഖത്തെ അള്ളാഹുവിന്റെ നേർക്ക് തിരിച്ചു വെക്കുക, അങ്ങനെ പിടിച്ചു നിർത്തുക. മുഖം പറഞ്ഞിരിക്കുന്നത് എന്തിനാ? ഫഖിം വജ്ഹക, താങ്കളുടെ മുഖത്തെ തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞത് എന്തിനാ? മുഖം ശരീരത്തിന്റെ മുഖ്യ ഭാഗമാണ്, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞത്, അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് കുല്ലു ഷൈഇൻ ഹാലികുൻ, എല്ലാം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാ വജ്ഹഹു, അവന്റെ മുഖം ഒഴികെ. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോഴും ഇല്ലാ വജ്ഹഹു, അള്ളാഹുവിന്റെ മുഖം ഒഴികെ എന്ന് പറയാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാവുക എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തും വജ്ഹഹു എന്ന് പറഞ്ഞതായിട്ട് കാണാം. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ദീനിന്റെ നേരെയാണ് തിരിച്ചു നിർത്തേണ്ടത്, എങ്ങോട്ടെങ്കിലും അല്ല, ദീനിന്റെ നേരെ. ആ ദീൻ എന്ന് പറയുന്നത് ശുദ്ധ പ്രകൃതിയാണ്, ഇസ്ലാമിക പ്രകൃതിയാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന ശുദ്ധമായ പ്രകൃതിയെയാണ് ഇവിടെ അദ്ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാതൊരു വക്രതയും കൂടാതെ ശുദ്ധ മനസ്സോടെ ഈ മതത്തിലേക്ക് നേരെ തിരിഞ്ഞു വരണമെന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിരത്തിക്കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ. വമൻ അഹ്സനു ദീനൻ, ഖുർആൻ ചോദിക്കുന്നത് ഏറ്റവും നല്ല ദീൻ ആർക്കാണുള്ളത്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി, തന്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവനാണ്, തന്റെ മുഖത്തെ അള്ളാഹുവിന് വേണ്ടി അനുസരിച്ചവനാണ്, മുസ്ലിമായവനാണ്. വഹുവ മുഹ്സിനുൻ, അവൻ സുകൃതം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗം അവരാണ് ഏറ്റവും നല്ലവരെന്ന് പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും ഹത്താ യഅതി അംറുല്ലാഹി, എന്റെ ഉമ്മത്തിൽ നന്മയുടെ ഹക്കിന്റെ വഴിയിൽ എന്നും നിലനിൽക്കുന്ന ഒരു ജനവിഭാഗമുണ്ടാകും. ആളുകളൊക്കെ എങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാലും, എന്തുമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അവിടേക്കൊന്നും മാറിപ്പോകാതെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കപ്പെടാത്ത വിധത്തിൽ അവർ നിലനിൽക്കുന്ന ഒരു ജനവിഭാഗമായി, അങ്ങനെ നിലനിൽക്കുന്ന ഒരു ജനവിഭാഗമായി എന്റെ സമൂഹത്തിൽ കുറച്ച് ആളുകളെ കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് ഈ ശുദ്ധമായ പ്രകൃതിദത്തമായ ഈ മതത്തെ സംബന്ധിച്ചാണ്, ആ മതത്തിൽ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, ആ ഹുദയായിട്ട് തന്റെ പ്രവാചകനെ അയച്ചത് ഈ അള്ളാഹുവാണ്. വദീനിൽ ഹഖ്, ഈ സത്യമതവുമായിട്ടും ദീനുമായിട്ടും ഈ പ്രവാചകനെ അയച്ചത് അള്ളാഹുവാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ ദീനിന്റെയും മുകളിലെത്താനാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഈ മതം. വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകൾ എത്ര വെറുത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ വെറുപ്പായിട്ടേ നടന്നോളൂ. ഈ മതം, ആ മതം അതിന്റെ ഉച്ചിയിലേക്ക് വരാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്ന ബാക്കി ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാനുള്ളത്. ഹനീഫൻ എന്ന പദം, ആ ദീനിനെ ഒന്നും കൂടെ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ജീവിതത്തിന് ഈ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുക, ദീൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വേറൊരു വഴിയിലോട്ട് മാറിപ്പോകരുത്, തിരിയരുത്, മറിയരുത്, വളവിൽ തിരുവാണില്ല എന്ന് ആരും എഴുതി വെച്ച കണ്ട്. ഏതായിരുന്നാലും അങ്ങനെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങളുടെ വികാരങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മുസൽമാന്റേതാക്കി മാറ്റുക. നിങ്ങളുടെ ധർമ്മങ്ങളുടെയും കർമ്മങ്ങളുടെയും ഒക്കെ അടിസ്ഥാനം ഇസ്ലാം ആവശ്യപ്പെടുന്ന, ദീൻ ആവശ്യപ്പെടുന്ന വിധത്തിലാക്കുക. നിങ്ങളുടെ വ്യക്തിപരവും നിങ്ങളുടെ സമൂഹത്തിന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഇടപാടുകളുടെയും ഒക്കെ ആ ഇഷ്ടങ്ങൾ അത് ഇസ്ലാമിന്റെ പ്രയാണത്തിനനുസരിച്ചായിട്ട് നിങ്ങൾ അതിനെ ക്രമീകരിക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇത്രയും ഭാഗം വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹനീഫൻ എന്ന വാക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വിശദീകരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്താനും അതിൽ നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളിൽ നമുക്ക് നേടിയെടുക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മാപ്പ് നൽകുമാറാകണേ. അവരിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ കുറ്റങ്ങൾ അവർക്ക് നീ പുറത്തു കൊടുത്തുകൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകണേ. തമ്പുരാനെ, ഈ വൈകിയ സമയത്തും നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിന്റെ വചനങ്ങൾ കേൾക്കാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായി വന്ന ഈ സഹോദരങ്ങൾക്ക് പടച്ചവനെ അവരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ബർക്കത്തും റഹ്മത്തും നീ നൽകി അനുഗ്രഹിക്കുമാർ.